വിജയാഹ്ലാദ പ്രകടനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസിന്റെ സ്വഭാവം മാറി. ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആണെന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു ടാഗ് കോൺഗ്രസിന് നൽകുന്നത്? അതെ, മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയല്ലേ? ആണല്ലോ. ഈ രാജ്യത്ത് മാവോയിസം വളർന്നതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ അകത്ത് നിർണായകമായ ഒരു പങ്കില്ലേ കോൺഗ്രസിന്? അപ്പോൾ വളരെ സർക്കാസ്റ്റിക്കായി ആ ഒരു പ്രയോഗം നടത്തുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എന്താണ് BJP വിളിക്കുന്നത്? വർഗീയ ഫാസിസ്റ്റ്, എന്തോ നിരോധിക്കപ്പെടേണ്ട കാലമാടൻ പാർട്ടി എന്നല്ലേ പറയുന്നത്. അപ്പൊ തിരിച്ചും ഇതേപോലെയുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്താൻ BJPക്ക് അവകാശമുണ്ട്. കോൺഗ്രസിനും എല്ലാവർക്കും ഈ നാട്ടിൽ ഒരേ അവകാശമല്ലേ ഉള്ളത്. സിമ്പിൾ, അത്രേ ഉള്ളൂ. അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സർക്കാസ്റ്റിക് പ്രയോഗമാണ്. എന്താ പാടില്ലേ? ഓക്കെ, അപ്പോൾ ഒരു സർക്കാസ്റ്റിക് പ്രയോഗമാണ്, അല്ലാതെ അത് മറ്റു വേറെ രീതിയിലൊരു ടാഗ് അല്ല. അവർ മാവോയിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ മുസ്ലിം തുഷ്ടീകരൻ എന്ന വാക്കൊക്കെ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെത് നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല അല്ലേ? അല്ല, നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇപ്പൊ എന്തായാലും ആകെ തോറ്റ് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോ പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വളരെ കൂടുതൽ നിങ്ങളെയൊന്നും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ല, എനിക്ക് സവിശേഷമായിട്ട് വേദനയൊന്നുമില്ല ഷാവു പ്രസാദ്. എനിക്ക് സവിശേഷമായ ഒരു വേദനയുമില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന വേദന എന്നെയും ഷാബു പ്രസാദിനെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്നതാണ്. എനിക്ക് വ്യക്തിപരമായി, എനിക്ക് സവിശേഷമായി ഇന്നത്തെ ജയത്തിലോ തോൽവിയിലോ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളിലോ ഒന്നും ഒരു സവിശേഷമായ വേദനയില്ല. ഈ വേദന എന്നെയും ഷാബു പ്രസാദിനെയും രാജു പി നായരെയും ഒരേപോലെ ബാധിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ കണ്ടുപിടിക്കുക. കാര്യം നമുക്ക് ഈ വല്ലാണ്ട് നിരാശ ഒരു തരം ഭ്രാന്തായി മാറാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ ആശ്വസിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അത് നല്ല കാര്യമാണ്. കുഴപ്പമില്ലെന്നേ. ഇനി എത്ര കാവും പാട്ട് മത്സരമൊക്കെ വരാൻ കിടക്കുന്നു. ഓക്കെ, അതും ശരിയാണ്. കാവും പാട്ട് മത്സരമൊക്കെ വരാൻ കിടക്കുകയാണ്. പക്ഷേ ചില നിർണായക സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് ഒരുതരം അസ്വസ്ഥത ഉണ്ടാവുകയും അവർ സന്തുഷ്ടരാവുകയും അവർക്കൊരു പരാതിയില്ലാതിരിക്കുകയും അവർ സംതൃപ്തരായിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ഭൂതകാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ചൊരു വേവലാതി ഇല്ലായിരുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ല. ചില കാര്യങ്ങളിൽ ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് നിരാശയും പല്ലുകടിയും ഉണ്ടാവും. സ്വാഭാവികം മാത്രമാണ്. ശ്രീ രാജു പി നായർ, ഇവിടെ നോക്കൂ, നിങ്ങളെ സംബന്ധിച്ചൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അതായത് ചെറിയ ചലഞ്ചസ് ഒന്നും അല്ല നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വളരെ പരമ്പരാഗതമായി തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു കളയാം, പരമ്പരാഗതമായ സ്ട്രാറ്റജിയിലൂടെ പരമ്പരാഗതമായ പ്രവർത്തനത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ചു കളയാം എന്ന നിങ്ങളുടെ മോഹം എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളെ കണ്ട് കഴിയില്ല ഇനി അത്. രണ്ട്, നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എതിരാളി നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് പോരാടി ജയിക്കാൻ കഴിയും, ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ എതിരാളി നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അജിംസെ, ഞാൻ അതിലേക്ക് എത്താം. എന്തായാലും അത് പറഞ്ഞൊരു കൂട്ടി പറയാം. ഈ 1908 ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ഷാവു പ്രസാദ് ശരിക്കും ശ്രദ്ധിക്കണം. അന്ന് അദ്ദേഹത്തിൻ്റെ ആ കത്തിൽ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും വിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പില്ലാത്ത ഒരു പോരാട്ടത്തിനു വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഒരു പോരാട്ടത്തിനു വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്ന ആ കത്ത് മടക്കി പോക്കറ്റിലിട്ടിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നത്.